ഹായ് ഹലോ, ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ റെഗുലർലി കാണിക്കാറുള്ളത് മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ള കുർത്തീസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സുകളോ ബ്ലൗസസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മീഷോയിൽ നിന്ന് വേറൊരു ഐറ്റം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. വേറൊന്നുമല്ല, മാലകളാണ് കേട്ടോ. നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇൻവിസിബിൾ ചെയിൻസിൽ വരുന്ന മാലകളാണ്. അതായത് ചെയിൻ ഇൻവിസിബിൾ ആയിട്ട് മാതിരി തോന്നും, ലോക്കറ്റ് മാത്രം വിസിബിൾ ആയിട്ടുള്ള, അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനത്തെ അഫോർഡബിൾ റേറ്റിൽ അത്യാവശ്യം നല്ല ഭംഗിയിൽ വരുന്ന കുറച്ച് സംഭവങ്ങളാണ് ഞാൻ ഇപ്രാവശ്യം കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ തന്നെ പറയട്ടെ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതിന് മുമ്പുള്ള വീഡിയോസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ പ്ലേലിസ്റ്റിൽ മീഷോ എന്ന് പറഞ്ഞിട്ടുള്ള മീഷോ വീഡിയോസ് ആണ് നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ മീഷോ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ അൺബോക്സിങ് വീഡിയോസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കണം. എപ്പോഴും പറയുന്ന മാതിരി തന്നെ എനിക്ക് കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ ലിങ്കുകൾ വർക്കാവാറില്ല. അതുകൊണ്ടാണ് ഞാൻ കോഡ് സെപ്പറേറ്റ് കൊടുക്കുന്നത്. വീഡിയോ കൂടെ തന്നെ കോഡ് ആ പ്രൊഡക്റ്റിൻ്റെ കോഡ് കൊടുക്കുന്നത്. അപ്പോൾ ആ കോഡ് എങ്ങനെയാണ് സെർച്ച് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എടുക്കാവുന്നുള്ളൂ. ലിങ്ക് വർക്കാവാത്ത കാരണം കൊണ്ടാണ് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാത്തത്. ഇത് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു വീഡിയോ ഇടുന്ന സമയത്തും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എളുപ്പം ലിങ്ക് കൊടുക്കാൻ തന്നെയാണ്, പക്ഷെ അതിന് വേറെ ഓപ്ഷൻ ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ആ കോഡ് കൊടുക്കുന്നത്. അപ്പോൾ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എടുക്കാം. കോഡ് ഞാൻ അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ സ്ക്രീനിൽ അത്യാവശ്യം ടൈം തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത് നോട്ട് ചെയ്തിട്ട് മീഷോയിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അധികം ലാഗ് അടിപ്പിക്കാതെ ഫസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഓർഡർ ചെയ്തിരിക്കുന്നത് 8 പ്രൊഡക്റ്റാണ്. അതിൽ ഒരെണ്ണം ഇതുവരെയും റീച്ച് ആയിട്ടില്ല. ബാക്കി 7 എണ്ണമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് ടൈം കാണിക്കുന്നത്. 8ാമത്തെ പ്രൊഡക്റ്റ് കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിൽ ഉൾപ്പെടുത്താം. അതായത് വീഡിയോ ഔട്ട് വരുന്നതിന് മുമ്പ് കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഉൾപ്പെടുത്താം. അപ്പോൾ ആ 8 എണ്ണത്തിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു ബോക്സിൽ, നമ്മുടെ കുഞ്ഞൊരു ബോക്സാണ് കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് അത്യാവശ്യം നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇതിലിങ്ങനെ കുറച്ച് അധികം ഉണ്ട് കേട്ടോ. 1 2 3 4 5, ഇതിൽ 5 സെറ്റ് വന്നിട്ടുണ്ട്. ഇത് ഫുൾ ഒരു കോംബോ ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് കോംബോ ആയിട്ടാണ്. ഇതിൽ ഓരോന്നും ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് തുറന്നു നോക്കാം. ഇതിങ്ങനെ കൈ പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ വ്യക്തമായിട്ട് കണ്ടു എന്ന് വരില്ല. അപ്പം ഞാൻ എന്തായാലും നല്ല നീറ്റായിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ കൂടെ ഉൾപ്പെടുത്താം. ഇതൊന്നുമില്ല കേട്ടോ, സിമ്പിൾ ഒരു പ്ലെയിൻ ചെയിൻ. പ്ലെയിൻ ചെയിൻ, അതിലിങ്ങനെ ഒരു വൈറ്റ് മുത്ത്, കുഞ്ഞൊരു മുത്ത് തന്നെ, മാലമുത്ത് മാതിരത്തൊരു മുത്ത്. ഇതുണ്ടോ? ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, സിമ്പിൾ. ഇനി നെക്സ്റ്റ് നോക്കാം. ഇത് വന്നിട്ട് ഇതേപോലെ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടെ തിന്നായിട്ടുള്ളൊരു ചെയിൻ. മറ്റേത് കുറച്ചുകൂടെ ഒരു വലിപ്പം പോലെ തോന്നി. അതിൽ ഇത് ഇങ്ങനൊരു കുറച്ചുകൂടെ തിന്നായിട്ടുള്ള ചെയിൻ. അതിൽ ഇങ്ങനൊരു ഹേർട്ടിൻ്റെ ഷേപ്പിൽ ഒരു ലോക്കറ്റാണ്. ലോക്കറ്റ് ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റോണാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, സിമ്പിൾ. നെക്സ്റ്റ് അതേ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച തിൻ ചെയിൻ തന്നെ 2 ലെയറായിട്ട് 2 ലെയറും ഏകദേശം ഒരേ വലിപ്പം തന്നെ, ചെറിയൊരു വ്യത്യാസം. ഒന്ന് മുകളിലും ഒന്ന് താഴത്തും കിടക്കുന്ന രീതിയിൽ. അതെ, ഒരു വൈറ്റ് മുത്തും പിന്നെ താഴത്തൊരു കുഞ്ഞ ഹേർട്ടിൻ്റെ ഷേപ്പിൽ ഒരു ഗോൾഡൻ പ്ലേറ്റഡ് ആയിട്ട് മാതിരി. ഇങ്ങനെ കല്ലൊന്നുമില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടൊരു ചെയിൻ. ഞാനിത് വെച്ചിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കയ്യിൽ കാണിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. നെക്സ്റ്റ് വീണ്ടും ഇതുപോലെ തന്നെ ഒരു തിന്നായിട്ടൊരു ചെയിനും, ഇതിൽ ഇങ്ങനെ ഒരു ഡിസൈൻ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. എഗെയിൻ സെയിം ചെയിനൊക്കെ സെയിം തന്നെ കേട്ടോ. സെയിം ചെയിനിൽ കുഞ്ഞൊരു ഹേർട്ടിൻ്റെ ഒരു ലോക്കറ്റ് മാതിരി. ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഈ കാണിച്ച ഇത്രയും ഐറ്റത്തിൻ്റെ വില വന്നിട്ട് 112 രൂപയാണ് കേട്ടോ.
112 രൂപയ്ക്ക് നല്ല വേർത്തായിട്ട് തോന്നി. നമുക്കിങ്ങനെ സാരിയുടെ ഒക്കെ കൂടെ സിമ്പിളായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന, സാരിയുടെ മാത്രമല്ല നമുക്ക് ചുരിദാറിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല, കുഞ്ഞ് ചെയിനല്ലേ വരുന്നത്, അപ്പോൾ അത്ര ആർപ്പാടങ്ങളൊന്നുമില്ല. ഇപ്പോൾ അതുപോലെ തന്നെ സാരിയുടെ ഒക്കെ കൂടെ വെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞൊരു മാലയും പിന്നെ താലിയൊക്കെ ഇടണ, താലി മാല വലുതൊക്കെ ഇടുന്നവരാണെങ്കിൽ അങ്ങനെ ഇടാവുന്നേ ഉള്ളൂ. അപ്പോഴും നല്ല ഭംഗി ഉണ്ടാവും കാണാം. ഞാൻ ഇട്ടിട്ടുള്ളതും കൂടെ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഇങ്ങനൊരു ബോക്സിൽ വന്നിരിക്കണതാ. ബോക്സും പാക്കേജിങ്ങും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കേൾക്കണുണ്ടെന്ന് വിചാരിക്കണം, ഞാൻ അത്യാവശ്യം ഉറക്കെ തന്നെയാണ് പറയണത്. ഇത് വന്നിട്ട് ഇങ്ങനെ, ഇപ്പം നേരത്തെ കണ്ടതൊക്കെ നമ്മൾ സാധാ പണ്ടത്തെ മാലകളില്ലേ, കുഞ്ഞിയ മാലകൾ, ആ മാലകൾ മാതിരി തന്നെ. പക്ഷെ ഇത് നമ്മളുടെ ഈ ട്രാൻസ്പെറൻറ്റ് നെക്ലേസിലൊക്കെ ഇപ്പോഴത്തെ വരണതിൽ കണ്ടോ, ഇങ്ങനൊരു എന്താ പറയുക അതിനെ, സ്റ്റീലിൻ്റെ മാതിരത്തെ ഒരു വയറല്ല, വയറ് ടൈപ്പാണ്. മാല എന്ന് പറയാൻ പറ്റില്ല. മറ്റേതൊക്കെ മാലയിൽ കുഞ്ഞിയ ലോക്കറ്റാണ്. ഇത് പക്ഷെ ഇങ്ങനെ ഒരു വയറ്, സ്റ്റീൽ വയറ് മാതിരി കാണിച്ചു തരാം. അതിൽ ലോക്കറ്റ് വെച്ചിരിക്കുക, ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. ഇതേ കാണുപോലില്ലല്ലോ. അതെ, ഈ ഒരു പച്ചക്കല്ല് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പച്ചക്കല്ലിൽ ഒരു ലോക്കറ്റ് മാത്രം. അങ്ങനെ ഇടുമ്പോൾ നമുക്ക് കഴുത്തിൽ ഇതേ ഇപ്പോൾ കണ്ടോ, ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണില്ലേ, വേറെ ഒന്നും കാണാനില്ല. എൻ്റെ കഴുത്തിൽ ആ പച്ച മാത്രമല്ലേ കാണുള്ളൂ. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ചുരിദാറുകളുടെ, ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന മാതിരി നമുക്ക് സാരി, ഇപ്പോൾ ഇത് എൻ്റെ കുഞ്ഞിമാലയാണ്, ഈ കുഞ്ഞിമാലയുടെ കൂടി വേണമെങ്കിൽ നമുക്ക് ഇത് ഇടാവുന്നുള്ളൂ. ഇങ്ങനെ കഴുത്തിൽ കുറച്ചുകൂടെ ഇറക്കിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പാക്കേജ് തുറക്കുമ്പോൾ ഞാൻ തന്നെ ഫസ്റ്റ് ടൈം കാണുന്നതാണ്. ഞാൻ ജസ്റ്റ് പൊട്ടിച്ച് വെച്ചു എന്ന് മാത്രമേ, എളുപ്പത്തിന് തുറക്കാൻ എളുപ്പത്തിന്. നല്ല സിമ്പിളായിട്ട് നമുക്കിങ്ങനെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുണ്ട്. വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ചെയിൻ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 148 രൂപയാണ് കേട്ടോ. 148 രൂപയ്ക്ക് നല്ല രസമുണ്ട് കാണാൻ. ഇത് ഷോപ്പിൽ നിന്ന് ചിലപ്പോൾ ഇതിനും റേറ്റ് കുറവിൽ കിട്ടുമായിരിക്കും, എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ മീഷോയിൽ ഇതിൻ്റെ റേറ്റ് 148 രൂപയാണ്. 148 രൂപയ്ക്ക് നല്ലോണം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ എന്താ പറയുക, ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ലോക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. കളർ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഇട്ടാലേ അറിയുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഇത് അങ്ങനെ പെട്ടെന്ന് കളർ പോകുന്നൊരു ടൈപ്പായിട്ട് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നെക്സ്റ്റ്. നല്ല രസമുണ്ട്, മറ്റേനൊക്കെ ഭംഗിയുണ്ട് കേട്ടോ. മറ്റേത് പറഞ്ഞാൽ സാധാ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ മാല, അതിൽ കുഞ്ഞൊരു ലോക്കറ്റ് അത്രേ ഉള്ളൂ. പക്ഷെ ഇത് നന്നായിട്ടുണ്ട്, വെച്ച് നോക്കുമ്പോഴും നല്ല രസമുണ്ട് കാണാൻ. നെക്സ്റ്റ് വൺ ഇത് ഇങ്ങനെ ഒരു പാക്കേജിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ 2 എണ്ണം ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ തുറന്നു നോക്കിയപ്പോൾ കണ്ടു. ഫസ്റ്റ് വൺ ഇത് ഇങ്ങനെ, നെക്സ്റ്റ് വൺ ഇത് ഇങ്ങനെ ഒരു പച്ച. പക്ഷേ ഈ പച്ച ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഇത്രയും വലുതാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ കുഞ്ഞിതാന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പച്ചന്നെ നോക്കാം. ഫസ്റ്റ് ഇതും ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് ഇതിൽ ചെയിനിൽ വന്നിരിക്കുന്നതാണ്. നേരത്തെ കാണിച്ചു തന്നില്ലേ, സ്റ്റീലിൻ്റെ വയർ മാതിരി, അതുമാതിരിയിൽ വന്നിരിക്കുന്ന ബീഡ്സ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ ഇങ്ങനെ കുറയ്ക്കാനും കൂട്ടാനൊക്കെ ഉള്ള അഡ്ജസ്റ്റബിൾ ചെയിനാണ് കേട്ടോ. ഇത് കുറച്ചിടാനും കൂട്ടാനൊക്കെ പറ്റണത്. മറ്റേ നേരത്തെ ഞാൻ കാണിച്ചതിൽ അത് ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഇടുന്ന ഭാഗമൊക്കെ ആകുമ്പോൾ ഇത് ഇങ്ങനെ വരും. കുറച്ചുകൂടെ ഹെവി ആയിട്ട് തോന്നുന്നു എനിക്ക്. പക്ഷെ എന്നാലും ഇടയിലുള്ള ചെയിൻ കാണില്ല, നമുക്ക് സിമ്പിളായിട്ട് ഇടാം. ഇങ്ങനെ കൂട്ടിയിട്ടും ഇടാം, ഇങ്ങനെ കൂട്ടിയിട്ടും ഇടാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലോണം ഇങ്ങനെ ഇറക്കിയിട്ട് ഇത് മാത്രമായിട്ടൊക്കെ ഇടാൻ പറ്റും കേട്ടോ. ഇത് മാത്രമായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ മാലകളൊക്കെ വെയർ ചെയ്യാൻ പറ്റും. ഞാനിത് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ, ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഇങ്ങനെ ജസ്റ്റ് ഇട്ട് കാണിക്കുന്നു മാത്രം. നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ വേറെ രണ്ടും സെയിം സപ്ലയറാ തോന്നുന്നു. ഇതിൻ്റെ റേറ്റ്, ഈ പച്ചയുടെ റേറ്റ് 176 രൂപയാണ് കേട്ടോ. 176 രൂപയ്ക്ക് ഭംഗിയുണ്ട്. പക്ഷെ 176 രൂപയ്ക്ക് കുഞ്ഞൊരു മാലയാണ്. കടയിൽ എനിക്ക് എത്ര റേറ്റ് എന്ന് അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കടയിലത്തേക്കാ കുറവ് എന്ന് പറയാത്ത. 176 രൂപയ്ക്ക് ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യണുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുള്ളത് ഇത് ഇങ്ങനെ ഒരു സംഭവമാണ്. ഇതിൻ്റെ ഈ സാരിക്ക് മാച്ചായിട്ട് തോന്നുന്നു. പിങ്കാണ്, പക്ഷെ ഈ ഏകദേശം മാച്ചായിട്ട് ഫീൽ ചെയ്തു.
ഇത് പിങ്ക് ഗ്രീൻ കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഒരു താമരപ്പൂവിൻ്റെ ഇതളുകളൊക്കെ പോലെ തോന്നും. അങ്ങനെ ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇതും ഈ പറഞ്ഞ മാതിരി തന്നെ ചെയിന് സെയിമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ എനിക്കിങ്ങനെ വെക്കാൻ പറ്റുന്നില്ല, എനിക്ക് കാണുന്നില്ല കറക്റ്റാണോ വെച്ചിരിക്കണേ എന്നുള്ളത്. നല്ല രസമുണ്ട് കാണാൻ. ഇതും നമുക്ക് ഏതെങ്കിലും മാലകളുടെ കൂടെയൊക്കെ ഇങ്ങനെ വലിയൊരു മാല ഇടുന്നുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിയ മാല തന്നെയാണ് നമ്മുടെ താലിമാലയുടെ കൂടെ തന്നെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഞാൻ കുഞ്ഞിയ മാലയിലാണ് താലി ഇട്ടിരിക്കുന്നത്. അതുപോലെ സിമ്പിളായിട്ട് ഇടുന്നവർക്ക് അതിൻ്റെ കൂടെ ഇടാൻ പറ്റും. സാരിയൊക്കെ കൊടുക്കുമ്പോഴൊക്കെ നല്ല രസമുണ്ടാവും കാണാൻ. ഇതുപോലെ ഓണത്തിനൊക്കെ സെറ്റുമുണ്ടൊക്കെ എടുക്കണവർക്കും ഓക്കെ ആയിരിക്കും. ഇതിന്റെ റേറ്റ് 172 രൂപയാണ് കേട്ടോ. നേരത്തെ അതേ ഏകദേശം അതേ റേറ്റിന് 172 രൂപ. 172 രൂപയ്ക്ക് ഭംഗിയുണ്ട്. പക്ഷെ അറിയാവുന്നവർ പറയൂ ഇത് വേർത്താണോ എന്നുള്ളത്. അതായത് പുറത്തുനിന്നൊക്കെ വാങ്ങിയിട്ടുള്ളവരുണ്ടാവുമായിരിക്കുമല്ലോ. അങ്ങനെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് മീഷോയിലാണ് സെർച്ച് ചെയ്യണത്. അപ്പോൾ 176 രൂപയ്ക്ക് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇതിനും കുറവിൽ പുറത്ത് കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇത് ഇങ്ങനൊരു ബോക്സിൽ ഒന്നുമില്ല, സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു ട്രഡീഷണൽ ലെവലിലുള്ള ഒരു ലക്ഷ്മി രൂപമൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് കുറച്ചുകൂടെ തിന്നാണ്, ഭയങ്കര തിന്നാന്ന് വേണമെങ്കിൽ പറയാം. അതിലിങ്ങനെ ഒരു ലോക്കറ്റ്, കുഞ്ഞൊരു ലോക്കറ്റ്, ഇവിടെ 2 മുത്ത്, അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇവിടെയും കുഞ്ഞൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെയിൻ വരുന്നുണ്ട്. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടത്. ഞാൻ വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ അധികം ഫോക്കസ് ചെയ്യുന്നില്ല. അതിങ്ങനെ ഞാൻ ജസ്റ്റ് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കണമെന്ന് മാത്രം. നമുക്കിങ്ങനെ ഇറുക്കി വേണമെങ്കിലും ഇടാം, അല്ലെങ്കിൽ കുഞ്ഞിതായിട്ട് ലൂസായിട്ട് വേണമെങ്കിൽ ചുരിദാറുകളുടെ ഒക്കെ കൂടെ ആണെങ്കിൽ അങ്ങനെ ഇടാം. ആയിട്ട് കാണിച്ച ലക്ഷ്മി മാലയുടെ റേറ്റ് വെറും 94 രൂപയാണ് കേട്ടോ. 94 രൂപയ്ക്ക് നല്ല രസമുണ്ട് കാണാൻ. അത് ഞാൻ എവിടെയും പറയും, 94 റുപ്പീസിന് നല്ല വേർത്താണ്. ഇനി നമുക്ക് 2 എണ്ണം ഒരു ബോക്സിൽ തന്നെ വന്നിരിക്കുന്നത്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ. കാണിച്ചുതരാം, ലാസ്റ്റ് കാണിച്ചുതരാം. ഇത് അതിൻ്റെ കൂടെ തന്നെ സെയിം, രണ്ടും ഏകദേശം സെയിം പാറ്റേൺ ആണ്. രണ്ടും സെയിം മാനുഫാക്ചർഡ് അടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു മാല ഇങ്ങനെ കുഞ്ഞ് സ്റ്റോൺ മാതിരി വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഞാൻ കാണിക്കുമ്പോൾ എത്രത്തോളം കാണുന്നില്ല, പക്ഷേ ഈ സ്റ്റോൺ അത്ര അങ്ങോട്ട് തെളിച്ചമില്ലാത്ത മാതിരി ഉണ്ട്, തിളക്കം ഇല്ലാത്തൊരു ഫീലുണ്ട്. ഇടുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇതേ ഉണ്ടോ, ഇങ്ങനെ ഞാൻ വെറുതെ വെച്ച് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വെച്ചിട്ടുള്ള വീഡിയോ എടുക്കാം. കൊള്ളാം, ഭംഗിയുണ്ട്. പക്ഷേ സ്റ്റോൺ അത്രമാത്രം ഇങ്ങോട്ട് ഒരു ഷൈനിങ് ഇല്ലാത്ത തോന്നി എനിക്ക്. ഇടുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഇത് 163 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിരുന്നത്, ഞാൻ എൻ്റെ നോസ്പിൻ ഉണ്ട് സെയിം പാറ്റേണിൽ വന്നിട്ട് അതിൻ്റെ തന്നെ ഒരു മാല മാതിരിയാണ് കേട്ടോ. കാണിച്ചു തരാം. ട്രാൻസ്പെറൻറ്റ് ചെയിനിൽ തന്നെ വന്നിരിക്കുന്നത്. ഇങ്ങനെ പിടിച്ചാൽ കാണുമോ എന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതും ഞാൻ ജസ്റ്റ് വെച്ച് കാണിച്ചു തരാം. പിന്നെ ഞാൻ കറക്റ്റായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഇടാം കേട്ടോ, എങ്ങനെയാണ് എന്തെന്ന്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സാരിയുടെ കൂടെയോ അത്യാവശ്യം നല്ല ഇങ്ങനെ പാർട്ടി വെയർ ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ സിമ്പിളായിട്ട് ഇട്ടാലും നല്ല ഭംഗിയുണ്ടാവും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 195 രൂപയാണ്. 195 രൂപയ്ക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ഇപ്പോൾ അതേ കയ്യിൽ കിട്ടിയതാണ്. ഞാൻ ഫസ്റ്റ് ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രൊഡക്റ്റ് കൂടെ വരാനുണ്ട്, അത് വന്നു കഴിഞ്ഞാൽ അതും കൂടെ ആഡ് ചെയ്യുന്നു. ആ പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ഇവിടെ വെച്ചിട്ട് തന്നെ അൺബോക്സിങ് ചെയ്യാം. ഇപ്പോഴാണ് ശരിക്കും പേര് അന്വർത്ഥമായത്. ഇതിലിങ്ങനെ കുഞ്ഞൊരു ബോക്സാണ് വന്നിരിക്കുന്നത്. കുറേ ഉണ്ടല്ലോ. ഇതിങ്ങനൊരു പാക്കറ്റ്.
ഇത് കുറച്ചധികം ഉണ്ട് കേട്ടോ. കോംബോ ആണിത് എല്ലാം കൂടെ. ഇത് 1 2 3 3 കേട്ടോ. 3 കോംബോയാ. ഇതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് കുഞ്ഞൊരു ലക്ഷ്മി ലോക്കറ്റ്. ഫസ്റ്റ് ഞാനൊരു മോഡൽ കാണിച്ചിരുന്നല്ലോ. ഇവിടെ അതിൻ്റെ ബീഡ്സ് ഉണ്ട്. ഇവിടെ അതിൽ ബീഡ്സ് ഇല്ല. ഇവിടെ 2 മുത്ത് വെള്ള മുത്ത് എക്സ്ട്രാ ഉണ്ട് എന്ന് മാത്രം. അങ്ങനെ ഒരു സംഭവം. നെക്സ്റ്റ് വൺ ഇങ്ങനെ ഗോൾഡൻ്റെ കുഞ്ഞ് മുത്തുകൾ മാതിരി ഒരു പാറ്റേൺ. വൈറ്റ് വലിയ മുത്തല്ല, എന്താ അതിന് പറയാ, കുഞ്ഞു മുത്തുകളില്ലേ, അതിൻ്റെ കുറച്ചുകൂടെ വലിയ ബീഡ്സ് ആയിട്ട് വരണത്. ഇതൊക്കെ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതായത് നമ്മുടെ കഴുത്തിൽ വേറെ ചെയിനൊന്നും വിസിബിൾ അല്ലല്ലോ, ഈ ഒരു ലോക്കറ്റ് മാത്രമല്ലേ നമുക്ക് കാണുന്നുള്ളൂ. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സാരിയുടെ കൂടെ ഒക്കെ നല്ല ഭംഗി ഉണ്ടാവേ. ഞാൻ ഇട്ടിട്ടുള്ള കാണിച്ചിട്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എത്രയെന്നുള്ളത് ഞാൻ പറയാം, ഞാൻ നോക്കിയിട്ടില്ല. ഈ കവറിൽ കാണുന്നത് 183 രൂപ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കോഡൊക്കെ ഞാൻ കൊടുത്തേക്കാം. ഇതിട്ടിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ലാസ്റ്റ്. അയ്യോ ഇതല്ല, ഈ 3 സെറ്റാണ് ലാസ്റ്റ്. ഈ 3 സെറ്റിൻ്റെ പ്രൈസാണ് ഇത്. സിമ്പിൾ സെറ്റുകളാണ് 3. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ സെറ്റും, ഇപ്പോൾ 8 സെറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ സെറ്റുകളൊക്കെ എനിക്ക് അത്യാവശ്യം നന്നായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സാരിയുടെ കൂടെയാണെങ്കിലും ചുരിദാറിൻ്റെ കൂടെയാണെങ്കിലും ഒക്കെ നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന അത്ര വലിയ ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റംസ് ഒന്നുമല്ല. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി പ്രത്യേകമായിട്ട് വേറെ അറിയുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് ഇത്ര ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, പുറത്ത് പർച്ചേസ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ട്, ഇതിനും കുറവാണ് പുറത്തുനിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്കുള്ളത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിനും റേറ്റ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ. ഡിസൈൻസ് ഒക്കെ എല്ലാം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഞാൻ അതിൽ ചില ഡിസൈൻസ് പറഞ്ഞല്ലോ, അതൊക്കെ നല്ല ഭംഗിയുണ്ട്. അതൊക്കെ പുറത്തുനിന്ന് നോക്കുമ്പോൾ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഓവറോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു പ്രൈസിന് നല്ല വർത്തായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഡെയിലി വെയർ ചെയ്യണ സമയത്ത് അതിൻ്റെ കളർ പോകുമോ എന്ന് ചോദിച്ചാൽ ചാൻസ് ഉണ്ട്. കാരണം അത്രമാത്രം ക്വാളിറ്റി മീൻസ് നല്ലോണം അങ്ങനെ നമ്മൾ എന്താ പറയുക, ഈ ഗ്യാരണ്ടി വാറണ്ടി ഒന്നും ഓഫർ ചെയ്യുന്ന പ്രൊഡക്റ്റുകളല്ലല്ലോ. മേ ബി ചാൻസ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ വെയർ ചെയ്യാനാണ്. ഡെയിലി വെയറിങ് ചെയ്യാൻ പറ്റും, ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ്. പക്ഷെ വാഷ് ചെയ്തിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് മേ ബി ഇഷ്യൂസ് വരാം, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ നമുക്കിപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോവാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇടാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഇട്ട് കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഈ സാരിയുടെ കൂടെയൊക്കെ, ഈ സാരിയുടെ എന്നല്ല ഏത് ഡ്രസ്സിൻ്റെ കൂടെയാണെങ്കിലും നമുക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് ഈ ചെയിൻ കാണുന്നില്ലല്ലോ, വിസിബിൾ അല്ലാത്ത ചെയിൻ ആയത് കാരണം കൊണ്ട് തന്നെ അങ്ങനത്തെ മാലകൾ ഇടുന്ന സമയത്ത് വെറും ലോക്കറ്റ് മാത്രമല്ലേ കാണുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് കുറച്ചൊരു എലഗൻ ലുക്കിൽ നമുക്ക്, അതായത് വലിയ ആർഭാടത്തിൽ പോകാനൊന്നും താല്പര്യം ഇല്ലാത്തവർക്കും ഇപ്പം അങ്ങനെയുള്ളവർക്കും അതിൻ്റെ കൂടെ നമ്മുടെ വലിയ താലിച്ചെയിനൊക്കെ ഇട്ട് പോകുന്നവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഇടുന്നവർക്കൊക്കെ നന്നായിട്ടിരിക്കും. നല്ല ഭംഗി ഉണ്ടാവും. എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.